എന്താ ഉണ്ട് കേട്ടോ, നിറയെ മീനുണ്ട്, നിറയെ മീനുണ്ട്. ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊല്ലം ബീച്ചിലാണുള്ളത്. അവിടെ കുറച്ച് ആളുകൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതായത് കടലിൽ ബോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വലനെ വളച്ചിട്ട് പിന്നെ രണ്ട് സൈഡിൽ നിന്നിട്ട് വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മീനിനൊക്കെ എടുക്കുക, അതായത് പിടിച്ചെടുക്കുക. അതാണ് ഇവിടുത്തെ മീൻപിടുത്ത രീതി എന്നുള്ളത് കേട്ടോ. സംഭവം അടിപൊളി വീഡിയോ ആണ്, സൂപ്പർ വീഡിയോ കേട്ടോ. ഞാനിപ്പോൾ കണ്ടാണ്, നല്ല അത്യാവശ്യത്തിന് മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, ഓക്കെ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യട്ടോ. സംഭവം അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ലാസ്റ്റ് വരെ കാണാം. മച്ചാമാരതാണ്ടോ നല്ല തിരയടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതാ തൊട്ട് ഫ്രണ്ടിലായിട്ട് അവിടെയാണ് അവർ വലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഞാൻ അന്നൊരു ദിവസം വന്നപ്പോൾ അതിൽ കുറച്ച് വലിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് എന്താണ് അവസ്ഥ എന്നറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. പോയി നോക്കിയിട്ടേ അതിൽ എന്തൊക്കെ മീനുണ്ടാവും എന്നുള്ളത് നമുക്ക് അപ്പം അറിയാം, ഓക്കെ. നമ്മുടെ വണ്ടി നമ്മളത് അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം, ഓക്കെ. എന്തായാലും നമുക്ക് പോയി നോക്കാം. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി ഷൂട്ട് ചെയ്യാം. సగం బ్యాచ్ అటు ఇప్పుడు మొత్తం മച്ചാമാരെ, ഞാനിതിപ്പോൾ ഇവിടെ ഒരു ബോട്ടിൻ്റെ സൈഡ് കൊണ്ടിരിക്കാണ്ട. നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഇത് വലിച്ച് ഇവിടെ എത്താൻ കുറേ സമയം പിടിക്കും. എങ്ങനെ പോയാലും ഏകദേശം ഒരു 3/4 മണിക്കൂർ പിടിക്കും. അത്ര നേരം നമ്മളവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതെല്ലാം ഒരു വലിച്ച് ഏകദേശം അടുത്തെത്താനാകുമ്പോൾ നമുക്ക് പോവാട്ടോ. നല്ല വെയിലുണ്ട്. നല്ല കഷ്ടപ്പാടുള്ള പണിയുണ്ടത്. രാവിലെ ഒരു 5-6 മണിക്കൊക്കെ മറ്റേ വലിയിട്ടർ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആവും തീരുമ്പോൾ. അതുവരെ നല്ല കഷ്ടപ്പാടാണ്. ചില സമയത്ത് എന്തെങ്കിലും കിട്ടും, ചില സമയത്ത് ഒന്നും കിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ശരിക്കും മീൻപിടുത്തം പറഞ്ഞാൽ. അങ്ങനെ തന്നെ ആണല്ലോ അല്ലേ. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. ഇന്നിപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണുമെന്നുള്ളത് നോക്കാട്ടോ, ഓക്കെ. ഗൈസോടെ ഏകദേശം വല വലിച്ച് കയറാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മീനൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഏകദേശം തോടെ എത്തിയിട്ടുണ്ട്, അടുത്തെത്തിയിട്ടുണ്ട്. ആ വലൻ്റെ താഴെ അറ്റത്തായിട്ടേ ആ വെള്ള കളർ പോലെ കണ്ട അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കുറേ മീനുകൾ ചാടുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണാമെന്നറിയില്ല, പക്ഷേ നമുക്കിവിടെ നിന്നിട്ട് എനിക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്.
എന്തായാലും മീനുണ്ട്, കൺഫേമാണ്. അവർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഉണ്ടാവും ഗൈസ്, എന്തായാലും ഉറപ്പാണ് എന്തായാലും ഉണ്ടാവും. വീഡിയോ മിസ് ചെയ്യണ്ട, സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടാ. എന്തായാലും മീനുണ്ട്. ഓക്കെ, സ്കിപ്പ് ചെയ്യണ്ട. ഏകദേശം തീരുമാനമാകാനായിട്ടുണ്ട് ഗൈസ്. ഇവിടെ വലിക്കുന്നുണ്ട്. ബീച്ച് കാണാൻ വേണ്ടി വന്നവരൊക്കെ കറന്ന് വലിക്കുന്നുണ്ട് കേട്ടാ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. കാണാൻ വേണ്ടി വന്നവരെ എല്ലാവരും വലിച്ച് അത് ഫോണൊന്ന് കൊടുത്തടി ഇവർക്ക്. എത്താറായിട്ടുണ്ട് അറ്റത്താറായിട്ടുണ്ട്. എന്തോ കോമഡി എന്ന് പറഞ്ഞാൽ ബീച്ച് കാണാൻ വേണ്ടി വന്നവരിനൊക്കെ പിടിച്ച് വലിപ്പിക്കുന്നുണ്ട്. നമുക്ക് നോക്കാമല്ലോ എന്താ ഉള്ളത് കേട്ടോ. നമുക്ക് നോക്കാം, എന്താ ഉള്ളത് നോക്കാം. ഉണ്ടാകണേ അതിൽ നിന്ന് കിട്ടുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ 2-3 ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. കയറാനുണ്ട് ഗ്യാസ്. കയറി ആരും സ്കിപ്പ് ചെയ്യണ്ട കേട്ടാ. സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ, എന്തായാലും എന്തെങ്കിലും ഉണ്ടാവും. കുറച്ച് ഫ്രണ്ടിൽ പോട്ടാ. ഫ്രണ്ടിൽ പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ മീന്. ഇതാണ് വല. എന്താ ഉണ്ട് കേട്ടോ, നിറയെ മീനുണ്ട്. ചെറിയ മീൻ ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ വലുതുണ്ടാന്ന് അറിയില്ല കേട്ടാ. പുറത്തിടെ വലിച്ചിട് അല വലിച്ചിട്.
മല കയറാൻ സ്ഥലമില്ല. നീ ആൾക്കാരെ മേടിക്കുമ്പോൾ കച്ചവടക്കാരില്ല ഇവിടെ. അവിടെ കച്ചവടക്കാരില്ല. മീനുകളായ വലച്ചു കുറേ കച്ചവടക്കാരില്ല. വള്ളം താപനോടിയുടെ മുഖ്യമായിട്ട് തട്ടൊക്കെ കൊണ്ടുപോ. മീനടെ ഒന്നും പറഞ്ഞ തട്ടായിട്ട് ആ പോലെ തട്ടോ ഒന്ന് പറഞ്ഞ മച്ചന്മാരെ വീഡിയോ ഒക്കെ കണ്ടില്ലേ? വീഡിയോ അങ്ങനെ ഉണ്ട്, സംഭവം അടിപൊളിയായിട്ടില്ലേ? എന്നാലും അവർ കഷ്ടപ്പെട്ടതിനുള്ള മീനൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 10-40 കിലോ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക്. പിന്നെ അതിലൊരു വലിയൊരു മീനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സംഭവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് അന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയില്ല. പക്ഷേ ഇന്ന് എന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളി പരിപാടിയാണ്. പക്ഷേ കുറച്ച് കഷ്ടപ്പാടാണെങ്കിൽ പോലും നല്ല സൂപ്പർ പരിപാടി ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത്ര നേരം കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.